അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾക്ക് ഐബാൻ നമ്പർ നിർബന്ധമാക്കി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. സാമ്പത്തിക ഇടപാടുകളുടെ വേഗതയും സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ എല്ലാ അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകളും ഇത്തരത്തിൽ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് മാത്രമേ പ്രോസസ് ചെയ്യൂ എന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. നേരത്തെ തന്നെ വിദേശത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിന് ഐബാൻ ബാധകമാക്കിയിരുന്നു. ഇത് വാസ്തവത്തിൽ ഒരു ഇൻ്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അയക്കുന്ന പണം വളരെ വേഗത്തിലും കൃത്യതയോടുകൂടിയും അതുപോലെ തന്നെ തെറ്റില്ലാതെയും നമ്മൾ അയക്കുന്ന ആ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നതിന് ഐബാൻ നമ്പർ നിർബന്ധമല്ല. കാരണം ഇന്ത്യയിൽ ഐബാൻ നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ ഇന്ത്യയിലുള്ള പ്രവാസികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒമാനിലേക്ക് പൈസ അയക്കുമ്പോൾ നിർബന്ധമായും ഐബാൻ നമ്പർ കൊടുക്കേണ്ടതാണ്. 23 അക്കമുള്ള ആൽഫ ന്യൂമറിക് നമ്പറാണ് ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ. എല്ലാ ഉപഭോക്താക്കൾക്കും അവരുടെ ബാങ്കുകളിൽ നേരിട്ടെത്തിയോ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായി ഐബാൻ നമ്പർ കണ്ടുപിടിക്കാനാകും. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അന്താരാഷ്ട്ര ഇടപാടുകൾക്കായി ഐബാൻ സംവിധാനം 2024 മാർച്ച് 31 ആദ്യമായി നടപ്പാക്കിയത്. 24 ഒമാൻ.